ആയിരുന്നു. രണ്ടാമതായി രാവിലെ പ്രാർത്ഥിക്കുക. അവൻ രാവിലെ ഉണർന്ന് മലയിലേക്ക് പോയി തനിയെ പ്രാർത്ഥിച്ചു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കർത്താവ് രാവിലെ പ്രാർത്ഥിച്ചിരുന്നു. വിശുദ്ധന്മാരും രാവിലെ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുന്ന രീതി വളരെ നല്ലതാണ്. മൂന്നാമതായി നമ്മൾ ഏകാന്തയിൽ പ്രാർത്ഥിക്കണം. ഏകാന്തയിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് ഏകാന്തമായി വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മോശ മലയിൽ കയറി ദൈവത്തോട് ഏകാന്തമായി പ്രാർത്ഥിച്ചിരുന്നു. ശിഷ്യന്മാരും ഏകാന്തമായി പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ ഏകാന്തതയിൽ പ്രാർത്ഥിക്കണം എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. നാലാമതായി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. മോശയും എലിയായും ജനത്തിനു വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന രീതി ബൈബിളിലുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന വളരെ നല്ലതാണ്. നമ്മൾ മാതാവിനോടും വിശുദ്ധന്മാരോടൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ